മഞ്ഞള്ളൂർ പഞ്ചായത്തിലെ പിരളിമറ്റത്ത് പാറമട മാഫിയ തകർക്കാൻ തക്കം പാർത്തിരുന്ന ഗുഹകൾ ആദിമ മനുഷ്യൻ താമസിച്ചിരുന്നതും നിയോലിതിക് കാലഘട്ടത്തിന്റെ അവശേഷിപ്പുള്ളതുമാണെന്ന് കണ്ടെത്തൽ. കേരള സർവകലാശാലയിലെ UGC ഗവേഷണ ശാസ്ത്രജ്ഞനും ആർക്കിയോളജിസ്റ്റുമായ ഡോക്ടർ പി രാജേന്ദ്രൻ നടത്തിയ പരിശോധനയിലാണ് ചരിത്ര നരവംശ ശാസ്ത്ര പഠനത്തിന് ഒട്ടേറെ സഹായകരമായ കണ്ടെത്തൽ. പിരളിമറ്റം നെടുമലയിലെ 3 ഗുഹകളും ഒട്ടേറെ ഗവേഷണ പഠന സാധ്യത ഉള്ളതാണെന്നും 4000 BC-യിലേതാവാമെന്നും ഡോക്ടർ രാജേന്ദ്രൻ പറഞ്ഞു. കൊല്ലം ജില്ലയിലെ കടയ്ക്കലിലുള്ളതിന് സമാനമായ ശേഷിപ്പുകളാണ് ഇവിടുത്തെ ഗുഹയിലുള്ളത്. ആദിമ മനുഷ്യന്റെ രൂപസാദൃശ്യമുള്ള ലിഖിതങ്ങൾ, രൂപങ്ങൾ എന്നിവ ഗുഹയിൽ കണ്ടെത്തി. ചുഴിയും മഴയും ഉള്ള വൃത്താകൃതിയിലുള്ള 4 ലിഖിതങ്ങൾ ഗുഹയിലുണ്ട്. പകുതിയോളം നിർമ്മിച്ച 12 ലിഖിതങ്ങളും 6 പൂർണ്ണരൂപങ്ങളും മറ്റൊരു ഗുഹയിലുമുണ്ട്. 2 മുതൽ 3 വരെ മീറ്റർ ഗുഹാന്തർഭാഗത്ത് മണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഗുഹയുടെ നിലം നിരപ്പാണ്. ഗുഹയുടെ ഭിത്തിയിലും നിലത്തോട് ചേർന്നും ശിലാലിഖിതങ്ങളുണ്ട്. ഇവയിൽ പലതും അപൂർണമാണ്. ശിലായുഗകാലത്ത് കല്ലായുധങ്ങൾ മൂർച്ച കൂട്ടാൻ ഭിത്തിയുടെ പ്രതലങ്ങൾ മിനുസപ്പെടുത്തിയതും ആയുധങ്ങൾ ഉരച്ചതിന്റെ അടയാളങ്ങളുമുണ്ട്. തന്റെ കണ്ടെത്തലുകൾ ഉടൻ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് ഡോക്ടർ രാജേന്ദ്രൻ പറഞ്ഞു. മാറ്റിടാമ്പാറയിൽ കണ്ട അതേപോലുള്ള കപ്യൂൾസാണ്. അപ്പം കേരളത്തിൽ ഈ തെളിവിൻ്റെ 2ാമത്തെ സൈറ്റാണിത്. ഇത് കുറച്ച് വർഷം പഴക്കവും അതല്ല ലക്ഷവർഷം പഴക്കങ്ങളോളവും ആകാം. അതിനി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എക്സ്കവേറ്റ് ചെയ്യണം. എന്തായാലും ഇത് ഒരു ചരിത്ര സ്മാരകമായിട്ട്, അതും പ്രീ ഹിസ്റ്റോറിക് ഷെൽട്ടറാണ്, കേവാണ്, നോട്ട് ഷെൽട്ടർ, പ്രീ ഹിസ്റ്റോറിക് കേവാണ്. ഇത് സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഇതുകൊണ്ട് നമുക്ക് നശിപ്പിക്കപ്പെടരുത് ഈ ഒരു സൈറ്റ്. ഇതൊരു വളരെ വിലപ്പെട്ടതാണ്. ഇത്രയും കപ്യൂൾസ് ഇപ്പം ഞാൻ മാറ്റിടാമ്പാറയിൽ കണ്ടത് ഇത്രയും കൂടുതലില്ല. ഇവിടെ ഇപ്പോൾ ഏകദേശം 14-15 എണ്ണം ഇപ്പം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 4000 BC-യുടെ ഒരു കൾച്ചറൽ റിമെയിൻസാണ് ഇപ്പോൾ ഈ ഗുഹയിൽ നമ്മൾ കാണുന്നത്. അപ്പം ഇവിടെയും ഈ താഴെ ചില കപ്യൂൾസ് കാണുന്നുണ്ട്, കിടന്നാലും എടുക്കാനൊക്കാത്ത ലെവലിൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ 2-3 മീറ്ററോളം ഡെപ്പോസിറ്റ് കിടക്കുക. ഈ സാധനം കിടന്നുകൊണ്ടൊന്നും ഈ കപ്യൂൾസ് ചെയ്യാൻ ഒക്കത്തില്ല. വളരെ ഹാർഡ് വർക്കാണ്. ഒന്നാമത് ഈ റോക്ക്, ഗ്രാനൈറ്റ് റോക്ക് ഭയങ്കര കട്ടിയാണ്. അപ്പോൾ അത് ചിപ്പ് ചെയ്ത് ഉണ്ടാക്കണമെങ്കിൽ മണിക്കൂറുകളോളം വേണം. അപ്പോൾ അത് കിടന്നുകൊണ്ട് വല്ലതും പറ്റുമോ? അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇത് ആളുകൾക്ക് ഏകദേശം ഒരു നിന്നുകൊണ്ട് തന്നെ വർക്ക് ചെയ്യത്തക്ക രീതിയിലുള്ള ഗുഹയായിരുന്നു. ഗുഹയ്ക്കുള്ളിലെ നിലത്തിനടിയിൽ ശിലായുഗകാലത്തെ ആയുധങ്ങളും ലിഖിതങ്ങളും കണ്ടെത്താനാവുമെന്നാണ് ഇദ്ദേഹത്തിന്റെ നിഗമനം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇതിൽ ഇടപെടണമെന്നാണ് ആവശ്യം. പാറമട മാഫിയ പലവട്ടം സ്ഫോടക വസ്തുക്കളുമായി നെടുമലയിൽ കയറാൻ ഒരുങ്ങിയതാണ്. സ്ഥലവാസികൾ നടത്തിയ ചെറുത്തുനിൽപ്പ് കൊണ്ടാണ് മല നിലനിൽക്കുന്നത്. തിരഞ്ഞെടുപ്പും മറയാക്കി പാറ പൊട്ടിക്കാൻ 2 തവണ മാഫിയ സംഘം എത്തിയിരുന്നു. സ്ത്രീകളടക്കം റോഡിലിറങ്ങി വണ്ടികൾ തടഞ്ഞു. അവർ മലയ്ക്ക് കാവലിരുന്നു.